ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ദുബായ് യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇവിടെയാണ് കേട്ടോ. അതിന്റെ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണണേ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ദുബായ് ക്രീക്കിലാണ്. ദുബായ് ക്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തടാകം. ആ തടാകത്തിന് ചുറ്റും ചെറിയൊരു പാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ബാർബിക്യൂ, ഗ്രില്ല്, പാട്ട്, ഡാൻസ്, ബർത്ത്ഡേ പാർട്ടീസ് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കാണും. അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കണം കേട്ടോ. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇതിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാം, അല്ലെങ്കിൽ ഇവിടെ ക്രീക്ക് ടാക്സി ഉണ്ട്. ഇതിൽ കയറി വേണം നമുക്ക് പോകാനായിട്ട്. ഇത് ഭയങ്കര ദൂരം ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഒരുപാട് ദൂരമുണ്ട് ഈ ക്രീക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എവിടെയാണോ ഗ്രില്ലിങ്ങിനൊക്കെയുള്ള സ്പേസ് കിട്ടുന്നത് അവിടം വരെ നമ്മൾ നടന്നു പോകണം. നമ്മുടെ വണ്ടിയൊന്നും ഇതിൻ്റെ അകത്തോട്ട് കയറ്റാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൊഴിഞ്ഞു പോകുന്നുണ്ടോ നോക്കണേ. ആണോ ആണോ? ഓ, ഇദ്ദേഹം മലയാളി കേട്ടോ. അപ്പൊ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. ഗ്രില്ലിങ്ങിനുള്ള പ്ലാൻ പൂർണ്ണമായിട്ടും അനുസരിച്ചിട്ട് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ഇച്ചിരി നേരത്തെ പോയി നമുക്കുള്ള സ്പേസ് ഒക്കെ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ നല്ല ഭംഗിയായിട്ട് ടൈൽ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ റോഡ് റണ്ണറിൽ നല്ല സ്പീഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നത്. വീക്കെൻഡ് ഒക്കെ അടിച്ചു പൊളിക്കാനായിട്ട് മിക്കവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ. നിങ്ങൾ ഓൾറെഡി ചിക്കൻ വെച്ചോ? പിന്നല്ല. വന്ന പാടെ ഞങ്ങളും താണ്ട ഈ ഗ്രില്ലിങ്ങിന്റെ ഒരു ഏരിയയിലോട്ട് കയറി. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് ഈ ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ സമയം പോകുന്നത് അറിയത്തുമില്ല. നമുക്ക് ഒരുപാട് ഫാമിലി ടൈം ഒന്നിച്ച് കിട്ടുകയും ചെയ്യും. കാര്യം സിറ്റിയുടെ നടുക്കാണ് ഈ ക്രീക്ക് എങ്കിലും ഇതിന്റെ അകത്ത് നിറച്ചും മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കിളികളും. ഈ ക്രീക്കിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു തടാകം പോലെയാണ് കേട്ടോ. അവിടെ ചെറിയ ബോട്ടിങ്ങും ഫിഷിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ എന്തെങ്കിലും ഒരു നാഷണൽ ഡേയോ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് ചെറിയ വാട്ടർ ഷോസ് ഒക്കെ നടത്താറുമുണ്ട്. ഇത് ക്രീക്ക് പാർക്കിന്റെ സൈഡാണ്. ഇവിടെ മൊത്തം ഇങ്ങനെ ഒരു വാട്ടർ ബോഡി ഉണ്ട് സൈഡിൽ. ഇവിടെ എല്ലാവർക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം, അവർക്ക് ഗ്രില്ല് ചെയ്യാം, പരിപാടികളെല്ലാം നടത്താം. ഭയങ്കര രസകരമായ ഒരു സ്ഥലമാണ്. എല്ലാവരും വന്നു പോകേണ്ട ഒരു പ്ലേസാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ ആൾക്കാർ സ്വെറ്റേഴ്സും ടെൻറ്റും ഒക്കെ ആയിട്ടാണ് വരുന്നത്.
വാവ്. ആ കുക്കാവുന്നുണ്ടല്ലേ? ഇതാ നമ്മുടെ ഗ്രില്ലിംഗ് ഏരിയ കേട്ടോ. നമുക്ക് അലോട്ട് ചെയ്തിട്ടേക്കുന്ന ഗ്രില്ലിംഗ് ഏരിയ ഇതാ. നമ്മൾ കുറേ ഗ്രില്ല് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്, ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അത് ക്ലോസപ്പിൽ എടുത്താൽ മനസ്സിലാവും, നല്ല കുക്ക് ആയിക്കൊണ്ടിരിക്കുക. നല്ല സൗണ്ട് തന്നെ കേൾക്കാം, അത് മൊരിയുന്നതിന്റെ പിരിപിരിന്നുള്ള സൗണ്ട് കേൾക്കാം. ഇവിടെ എല്ലാ ഏരിയയിലൊന്നും നമുക്ക് കുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഓ അങ്ങനെ ഉണ്ടല്ലേ? ഈ പുല്ലും മണ്ണും ഉള്ള ഭാഗത്ത് പുല്ലുള്ള ഭാഗത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. കുറെ പേരൊക്കെ ഗ്രില്ല് ചെയ്തേച്ചു പോയി. ഇതാണ് ഫട്ടൂഷ്. ഒരുപാട് വെജിറ്റബിൾസ്, ഒരു സ്പെഷ്യൽ മസാല ഇട്ട് നമ്മുടെ മാതള നാരങ്ങായും ഒക്കെ ഇട്ട് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് വെന്ത ബീഫ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് കേട്ടോ. എന്താണേലും അന്നത്തെ ഈവനിങ് അടിപൊളിയായിരുന്നു. എത്ര സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ക്രീക്കിലെ ഡിന്നർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ജുമേറ ബീച്ചിലേക്കായിരുന്നു. ജുമേറ ബീച്ചിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫ്ലാറ്റുകളെക്കാളും കൂടുതൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള വില്ലാസ് ആണ് കേട്ടോ. ജഗദീഷ് ഏട്ടൻ പറയുന്ന പോലെ വിജിലംബിച്ച ബംഗ്ലാവുകളാണ് കൂടുതൽ. ഈ ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അങ്ങ് ദൂരെ നിങ്ങളൊരു യെല്ലോ ലൈൻ പോലെ കാണുന്നില്ലേ, അവിടെ വരെ നമുക്ക് ഫ്രീ ആയിട്ട് നടന്നു പോകാനായിട്ട് പറ്റും കേട്ടോ. അവിടെ വലിയ തിരയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വീഴുവോ എന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഇതിന്റെ തീരം നിറച്ചും ഷെൽസ് ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള പലതരം ഷേപ്പിലുള്ള ഷെൽസ്. അങ്ങനെ കുറെ ഷെൽസ് ഒക്കെ പെറുക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ.